ഹായ്, വെൽക്കം ബാക്ക് ടു ജസ്നാസ് Cookbites. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു ചന മസാല. നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിലുള്ള ചന മസാലയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് കടലക്കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒതൻറ്റിക് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചന മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ചന മസാലയ്ക്ക് വേണ്ട കടല ഞാനിപ്പോൾ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. സാധാരണ നമ്മൾ എത്ര വിസിലാണോ കടല വേവിക്കാൻ എടുക്കുന്നത് അതിൻ്റെ ഒരു വിസിൽ താഴെയായിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഒരു വിസിൽ കുറച്ച് അടിച്ചാൽ മതി നമ്മൾ. ഇനി നമുക്ക് ചന മസാല പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 കറുകല ഇട്ട് കൊടുക്കാം. ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുത്തു. ഒരു 3-4 കറിയാമ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ചതച്ചതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതിലേക്ക് ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് വാടി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം. ജീരകം നിങ്ങൾക്ക് ആദ്യം ഞാൻ കറുകപ്പട്ടം കറുകലേക്ക് ഇട്ടില്ലേ, ആ സമയത്ത് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആയാലും മതി. ഇനി നമുക്ക് ഈ ജീരകവും ഇതിലൊന്ന് കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവോള ചേർത്ത് വെക്കാം. സാധാരണ നമ്മൾ കടലക്കറി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ നമ്മൾ എടുത്താൽ മതി. പക്ഷേ സവോള നല്ല പൊടിയായിട്ട് അരിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഈ സവോളയും ഒന്ന് നന്നായിട്ട് വാടി വരണം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കടല വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി സവോള നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. സവോള നന്നായിട്ട് വാടി മുരിഞ്ഞ് വരണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളൂ. വെള്ളക്കടലയിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതി. അതേസമയം നമ്മൾ കറുത്ത കടലയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി കുറച്ചും കൂടി കൂടുതൽ നമ്മൾ എടുക്കണം. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, എരിവിന് ആവശ്യമുള്ളത്. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ നല്ല കളറ് കിട്ടും. ഇനി ഈ പൊടികൾ ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഇളക്കി അതൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് പൊടിച്ച ജീരകം, നല്ല ജീരകത്തിൻ്റെ പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി എപ്പോഴും കുറവും വറുത്ത ജീരകത്തിൻ്റെ പൊടി കൂടുതലും വേണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ചന മസാലയുടെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഈ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊടികൾ മൂത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് ഇതിൽ നിന്ന് നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ട് വരണം കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കണം. തക്കാളി ചേർത്തതിന് ശേഷം ഈ മസാല നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നാലാണ് നമ്മുടെ ചന മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി എണ്ണ കൂട്ടി ചെയ്യണമെങ്കിൽ ചെയ്യാട്ടെ. ഞാനിപ്പോൾ എണ്ണ കുറവിലാണിത് ചെയ്യുന്നത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കണം. നമുക്കിതിലേക്ക് ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ചെറു ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ കടലയുടെ വേവ് ഒരിത്തിരി കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഇനി നമ്മൾ ബാക്കി ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് വേണം നമ്മുടെ കടല ഇനി വെന്ത് കിട്ടാൻ വേണ്ടി. അതായത് അപ്പം നമ്മുടെ കടല മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ചെറു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാല നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം ഇത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യണം. ഇത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്താലാണ് ഈ കടല ആ മസാലയിൽ കിടന്ന് ബാക്കി കുക്കാവുമ്പോഴാണ് നമ്മുടെ ചന മസാല ടേസ്റ്റി ആവുന്നത്.
ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കടല മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അല്ലേ, ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് മൂടി മാറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യുമ്പോഴാണ് ആ ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയൊക്കെ ശരിയാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത്തിരി ചാറോട് കൂടിയിട്ടാണ്, ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ടാണ് കടലക്കറി വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്ത സമയത്ത് കുറച്ചും കൂടി കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസിയിലാണ് ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അധികം വെള്ളം അന്നേരം ചേർത്ത് കൊടുക്കാതിരുന്നത്. ഇനി നമ്മൾ തീ ഓഫാക്കുക. ലാസ്റ്റ് ഇതുപോലെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഈ ഒരു റെസിപ്പി എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.